മനുഷ്യർക്ക് ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും കർഷകരും കർഷകന്റെ പ്രൊഡ്യൂസും കർഷക വൃത്തിയും എത്ര നിർമ്മിത ബുദ്ധിയുടെ കാലത്തും വളരെ റെലവെന്റ് ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിന്റെ ഭാഗമായിട്ട് വന്നു. കേരളത്തിന്റെ കൃഷിയിൽ ഒരു മൂല്യവർദ്ധനവെന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു പോകുന്നതായ കാര്യത്തിൽ വിപണനത്തിൽ ഒട്ടേറെ പുതിയ ആളുകളും ഉദ്യമങ്ങളും പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുന്നു, അവര് സജീവമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. Summit reflects an important ambition of moving innovation out of pilot into farmers' fields. That's why we see, I'm very happy to see that happening in real life. ടെക്നോളജി പരമായിട്ടുള്ള ഇന്നോവേഷൻസ് എങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾക്കും കാർഷിക മേഖലയിലും ഏത് രീതിയിലുള്ള ഒരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഈ ഉച്ചകോടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. By this program, actually we will be able to adapt our technology to various levels in the farmer level. Thereby, the Kerala farmers can get benefit with our technology. This is the only place where I have seen that the FPOs and farmers were put together in front of the startups. കേരളം സ്റ്റാർട്ടപ്പ് മിഷനും കൂടെ ഞങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് തന്നത്. ഒത്തിരി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഇവിടെ വന്ന കർഷകരും ഉദ്യോഗസ്ഥരും എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ച് ആണ് അവരുടെ ഇന്നത്തെ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു എക്സ്പോഷർ നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. ഒരു 1200ഓളം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയും നിയർലി ഒരു 700 കർഷകരും അഗ്രികൾച്ചർ ഓഫീസേഴ്സും ഒരു 200ഓളം സ്റ്റാർട്ടപ്പുകളും ബാക്കിയുള്ള അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വലിയൊരു ഇവന്റ് ആയിരുന്നു.